ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ ഹൈസ. തുടർച്ചയായി മണ്ണിടിച്ചിലുണ്ടാകുന്ന മാറാടി പഞ്ചായത്തിലെ മുതുകല്ലിലെ 16 കുടുംബങ്ങളെയും ഇവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്ന് പഞ്ചായത്ത് ആവശ്യപ്പെട്ടു. ജില്ലാ ദുരന്ത നിവാരണ സമിതി അംഗങ്ങൾ മുതുകല്ലിൽ നടത്തിയ സന്ദർശനത്തിനിടയിലാണ് പഞ്ചായത്ത് ആവശ്യം ഉന്നയിച്ചത്. കുത്തനെയുള്ള മലയുടെ മുകളിൽ ഏത് നിമിഷവും താഴേക്ക് പതിക്കാവുന്ന കൂറ്റൻ പാറയ്ക്ക് കീഴിലുള്ള 16 വീടുകളും മണ്ണിടിച്ചിലിൽ തകർന്നുപോകാനും വലിയ വീടുകളിലുള്ളവർക്ക് ജീവൻ നഷ്ടപ്പെടാനും സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവരെ ഇവിടെ നിന്നും മാറ്റി പുനരധിവസിപ്പിക്കണമെന്ന് ആരക്കുഴ പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടത്. ഇവർക്ക് സുരക്ഷിതമായ സ്ഥലവും പാർപ്പിടവും ഒരുക്കി നൽകണമെന്ന പഞ്ചായത്തിന്റെ ആവശ്യപ്രകാരം മാറാടി വില്ലേജ് ഓഫീസർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. വലിയ ദുരന്തമൊഴിവാക്കാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് പഞ്ചായത്ത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകിയ നിവേദനത്തെ തുടർന്നാണ് ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം ഉദ്യോഗസ്ഥർ മുതുകല്ലിൽ പരിശോധന നടത്തിയത്. ഇതിനു മുമ്പ് ഒരു പരിശോധന നടത്തിയിരുന്നു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ സ്ഥലത്ത് വന്ന് പരിശോധന നടത്തി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ റിപ്പോർട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പുതുക്കി വന്ന അവരുടെ ഒരു നിർദ്ദേശപ്രകാരം ഒരു 20ഓളം ചോദ്യങ്ങളടങ്ങിയ ഒരു ചോദ്യാവലി അവർ തയ്യാറാക്കി തന്നിട്ടുണ്ട്. അത് പൂരിപ്പിച്ച് നൽകിയതിന് ശേഷം അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ KSTMയിൽ നിന്ന് നേരിട്ട് അതിൻ്റെ മെമ്പർ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളും അതിൻ്റെ അവിടുത്തെ സയൻറ്റിസ്റ്റ് ഉൾപ്പെടെയുള്ളവരും കൂടി ചേർന്ന് സംയുക്തമായി ഈ സ്ഥലം ഒന്നുകൂടി ഒരു പരിശോധന നടത്തും. ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ഇത് എത്രത്തോളം ഇവിടെ താമസയോഗ്യമാണ് അല്ല എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ K. മനോജ്, ജില്ലാ മണ്ണ് സംരക്ഷണ വകുപ്പ് മേധാവി ആശാ ദേവദാസ്, ജിയോളജിസ്റ്റ് PK ഷാജിമോൾ, അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് ഹരിശാന്ത്, ഹസാഡസ്റ്റ് അനലിസ്റ്റ് അഞ്ജലി, പൊതുമരാമത്ത് ബിൽഡിംഗ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജിതകുമാരി, അസിസ്റ്റന്റ് എഞ്ചിനീയർ MG ജയ്മോൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ വിനോദ് കുമാർ, സെക്രട്ടറി K. മനോജ് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധനകൾ നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ലസിത മോഹനൻ, മുൻ പ്രസിഡന്റ് ജാൻസി മാത്യു, മുൻ വൈസ് പ്രസിഡന്റ് സാബു പുത്തൂർ, പഞ്ചായത്ത് ജീവനക്കാരായ C. അരുൺ, ഷൈജു K. കുര്യാക്കോസ്, M. ധനുഷ് എന്നിവരും സംഘാംഗങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.